പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വലിയേറെ നാമം ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു വരുന്നത് മഴ എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഈ ദിവസങ്ങളിൽ മനുഷ്യർ ഭാരപ്പെടുന്നത്, ദീസ് ഡേയ്സ് മനുഷ്യർ വിഷമിക്കുന്നത് വെള്ളമില്ല, മഴയില്ലാത്തതുകൊണ്ട്. അത് ഈ സീസൺ മാത്രമല്ല, പലപ്പോഴും വെള്ളമില്ലാത്തപ്പോൾ, മഴയില്ലാത്തപ്പോൾ എല്ലാവരും വിഷമിക്കും. ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്, മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്, ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മൃഗജാതികൾ, പക്ഷിമൃഗാദികൾ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ സസ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് വെള്ളമില്ല. അതുകൊണ്ട് മഴയില്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് ഒരു വിശകലനം. എന്തുകൊണ്ടാണ് മഴയില്ലാത്തത്, മഴ ആരാ പെയ്യിക്കുന്നത്, മഴയുടെ ഉറവിടം എവിടെ? അതിന് ആധാരമായിട്ട് നമ്മൾ വായിച്ചു തുടങ്ങി ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ പ്രാരംഭമായി വായിച്ച് ചിന്തിക്കാനിടയായത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. ഇതായിരുന്നു ആദ്യത്തെ സംവിധാനം, ഇറിഗേഷൻ പദ്ധതി. നനയ്ക്കുന്ന, ഭൂമിയെ നനയ്ക്കുന്ന പദ്ധതി. ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ് മുകളിലേക്ക് വന്ന് സസ്യങ്ങൾക്ക്, അല്ല അന്ന് സസ്യങ്ങളില്ല, നനയ്ക്കുന്നതായിരുന്നു. സസ്യങ്ങൾക്ക്. എന്നാൽ മൃഗജാലങ്ങൾക്കും മറ്റും കുടിക്കാൻ തക്കണ ഏതെങ്കിലും നദി പുറപ്പെട്ടിരുന്നു. അതിന് 4 ശാഖകളുണ്ടായിരുന്നു. ഈ ഭൂമിയെ ദൈവം റീഓർഡർ ചെയ്യുമ്പോൾ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടി. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതാണ്. ഭൂമിയിൽ വെള്ളം, ഭൂമിക്ക് മുകളിൽ വെള്ളം, ഭൂമിക്ക് അടിയിലും വെള്ളം. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുൻപാണ് ഭൂമിക്കടിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്യുന്നുണ്ട്, കുഴൽക്കിണർ നനയ്ക്കുമ്പോൾ പാറയ്ക്കുള്ളിലെ വെള്ളം വരുന്നുണ്ട്. എന്നാൽ അതല്ല, അതിനും അടിയിൽ വെള്ളമുണ്ട് എന്ന് ഈ വിശുദ്ധ വചനം വെച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, പറയുന്നവരെ കേൾക്കുന്നവർ മുഴുവൻ മുഴുഭ്രാന്തരാന്ന് പറഞ്ഞു. എന്നാൽ കമ്മിങ് ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം അത്ഭുതപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ ഇതുവരെ ഭൂമിയിലുള്ള സകല സമുദ്രത്തിലുള്ളതിനേക്കാൾ ഭീമാകാരമായ സമുദ്രമുണ്ടത്രേ. ശാസ്ത്രം, അത് ശാസ്ത്രം ഈ ഏപ്രിൽ മാസത്തിലാണ് കണ്ടുപിടിച്ചത്. മാർച്ച് മാസത്തിന്റെ ഒടുവിലും ഏപ്രിലിന്റെ ആദ്യത്തിലും. ഒരുപക്ഷെ അതിന് മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഡിക്ലെയർ ചെയ്തത്, പുറം ലോകം അറിഞ്ഞത് അപ്പോഴാണ്. സമുദ്രത്തിനടിയിൽ ഭൂമിക്കടിയിൽ വലിയ ഭീമാകാരമായ സമുദ്രമുണ്ട് എന്നും അതിൽ അളവ് കൂടാതെ വെള്ളമാണെന്നും ഉള്ള വാർത്ത ശാസ്ത്രലോകം അത്ഭുതത്തോടും ഞെട്ടലോടും കൂടിയാണ് കണ്ടത്. അതവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തിരുവചനം പറയുന്നു, അത് വാസ്തവമാണ്, അങ്ങനെ ഉണ്ട്. ഇവിടെ താഴെ ഈ ഭൂമിയിൽ മാത്രമല്ല, ഭൂമിക്കടിയിൽ മാത്രമല്ല, ഭൂമിക്ക് മുകളിലും വെള്ളമാണ്. അതാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ അത് വായിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. ഒരു വലിയ സ്ഫോടനം നടന്നേറ്റ സ്ഫോടനാനന്തരമല്ല ഭൂമി ഉണ്ടായത്, ബിഗ് ബാം എന്നൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞ ഒരു വചനം, ഒരു വാക്ക്, ഒരു കൽപ്പനയാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ കൽപ്പനയിൽ, ആ വചനത്തിലാണ് ഭൂമി ഉളവായത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലോകസഞ്ചാരിയായ മലയാളിയായ മനുഷ്യന് ആ കാര്യത്തിൽ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒന്ന് ഓർത്താൽ മതിയായിരുന്നു. കേരളം പോലല്ല തമിഴ്നാട്, തമിഴ്നാട് പോലല്ല അടുത്ത സ്റ്റേറ്റ്.
ഭാരതം പോലെയല്ല മറ്റ് രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ. വൈരുദ്ധ്യമാർന്ന ഭൂപ്രദേശങ്ങളും അവസ്ഥകളും അവസ്ഥാവിശേഷങ്ങളും അദ്ദേഹം എല്ലാ മലയാളികളെക്കാളും നേരിൽ കണ്ട മനുഷ്യനാണ്. നാം ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം കാണിച്ച TV-യിലെ പ്രോഗ്രാം സഫാരിയിൽ കണ്ടതാണ്. എന്നാൽ നേർക്ക് കണ്ട ദൃക്സാക്ഷിയായ മനുഷ്യൻ. നയാഗ്ര വെള്ളച്ചാട്ടം പല പ്രാവശ്യം അദ്ദേഹം കണ്ടതാണ്. അതുപോലെ ഒരു വിളമ്പിന്റെ അറ്റത്ത് ഇരിക്കുന്നു, അതിന്റെ അഗാധ ഗർത്തം, അങ്ങനെ എന്തെല്ലാം. ഇതെല്ലാം കണ്ട ആ മലയാളിയായ സ്നേഹിതന്, സഫാരി ചാനലിന്റെ ഉടമസ്ഥന് ഈ കാര്യം മനസ്സിലായിട്ടില്ല. സ്തോത്രം. പരിഹസിച്ചല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ബുദ്ധി ഈ വിഷയത്തെ വികസിച്ചിട്ടുള്ളൂ. അദ്ദേഹം നല്ലൊരു ക്യാമറാമാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിന് എൻ്റെ ഒരു പ്രിയപ്പെട്ടവരുടെ വീഡിയോ എൻ്റെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് നോക്കുമ്പോൾ ആകെ വെട്ടല. ഫ്രെയിമിൽ കിടന്ന് കിട്ടുന്നില്ല, എൻ്റെ കൈ വിറയ്ക്കുന്നു. എത്ര സ്റ്റഡിയായിട്ടാണ്. അടുത്ത പ്രാവശ്യം ഞാൻ പിടിച്ചപ്പോൾ സ്റ്റഡിയായി പിടിച്ചെങ്കിലും ഒരു ചെറിയ നേരിയ വിറയൽ പോലെ. സ്റ്റഡിയായിട്ട് നിലനിൽക്കുന്നതായ വീഡിയോ എനിക്ക് കിട്ടിയില്ല. എന്നാൽ അദ്ദേഹം നടന്നുകൊണ്ടും പറക്കുമ്പോഴും നടക്കുമ്പോഴും കടലിലും കരയിലും എല്ലാം ഇരുന്ന് ചലനമില്ലാതെ, ചലിച്ച് വൈബ്രേറ്റ് ചെയ്യാതെ വീഡിയോ പിടിക്കുന്ന, ഫോട്ടോ എടുക്കുന്ന മനുഷ്യൻ ഒരു നല്ല ടാലന്റഡ് മനുഷ്യനാണ്. എല്ലാവരെയും കൊണ്ട് ഒക്കുന്നല്ലോ, പലരെ കൊണ്ട്, ചിലരെ കൊണ്ട് ഒക്കുമായിരിക്കും. അങ്ങനെ അതുപോലെ ബുദ്ധികൂർമ്മതയും എല്ലാം നൽകിയ ആ മനുഷ്യന് ദൈവത്തെ മാത്രം അറിയാൻ സാധിച്ചില്ല. ദുഃഖകരമായൊരു കാര്യമാണ്. പോകട്ടെ, അതല്ലല്ലോ വിഷയം. അതുകൊണ്ട് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി ദൈവത്തിന്റെ വാക്കിലാണ് ഉണ്ടായത്, ഒരു പൊട്ടിത്തെറിയിൽ ഉണ്ടായതല്ല. ആ ഭൂമിയെ ദൈവം പിന്നെ മഴ പെയ്ച്ചു. അതാണ് നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, നോഹയുടെ കാലത്തെ ജലപ്രളയം. പക്ഷെ ഇന്ന് പ്രളയം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം അമിത മഴയൊന്നും അല്ല. സാധാരണ രീതിയിലുള്ള മഴ മാത്രമേ പെയ്യുന്നുള്ളൂ. ജലാശയങ്ങൾ വെള്ളം കവിയുന്നുണ്ടെങ്കിൽ ആറുകളും തോടുകളും, അതായത് പുഴകളും തോടുകളും കായലുകളുമെല്ലാം ജലപ്രവാഹം കവിഞ്ഞു പോകുന്നതിന് കാരണം മനുഷ്യനാണ്. ഞാനൊരു അപ്പർ കുട്ടനാടുകാരനാണ്. പമ്പാ നദിയുടെ തീരത്ത് ആണ് എൻ്റെ പിതാവിൻ്റെ തറവാട്. അതിനടുത്തുള്ള കൈത്തോടൊക്കെ ഉണ്ട്. അത് തന്നെ നല്ല ആഴമുള്ളതായിരുന്നു. ഞങ്ങളുടെ ബാല്യപ്രായത്തിൽ ആ കൈത്തോടിലൊക്കെ കളിച്ച് തിമിർത്തതാണ്, നീന്തി തുടിച്ചതാണ്. പമ്പാ നദിയിൽ മീൻ പിടിക്കാൻ പോയിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ പിതാവിന്റെ തറവാടിന്റെ പുറകിലുള്ളതായ ആ തോട് അന്ന് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ പ്രയാസമുള്ള കയമുള്ള വലിയ കുഴിയുള്ളതായ ആ തോട് നടന്നു കയറാം. കാരണം മുഴുവൻ മണൽ അടിഞ്ഞു കിടക്കുക. വർഷങ്ങളായി മണൽ വാരിയിട്ട്. തോടുകളുടെ അവസ്ഥ അതാണ്, ആറിന്റെ അവസ്ഥ അത് തന്നെയാണ്. ബോട്ട് സർവീസ് ഇല്ല, കാരണം ബോട്ട് മണലെ ഉറക്കുക. ഡാമുകളിൽ നിന്ന് മണൽ മാറ്റുന്നില്ല, അതുകൊണ്ട് ഡാമുകളിൽ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്നില്ല. കൈത്തോടുകളിലും മണലടിഞ്ഞു കിടക്കുക. പിന്നെ ഉള്ള തോടെല്ലാം ബ്ലോക്ക് ചെയ്ത് അതിന് മീതെ അത് നികത്തി അതിന് മീതെ ടാർ ചെയ്ത് വഴിയാക്കി. വെള്ളം ഒഴുകിപ്പോൻ നിവൃത്തിയില്ല. മുൻപ് വളരെ അധികമായ പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പാർക്കുന്ന അമ്പലമുക്കിൽ വൈരിക്കട പറഞ്ഞ വയലിലുള്ള കടയാ വൈരിക്കട മുതൽ അമ്പലമുക്ക് വരെയുള്ളതായ ഇടതുഭാഗത്ത്, റോഡിന്റെ ഇടതുഭാഗത്ത് മുഴുവൻ പാടശേഖരങ്ങളായിരുന്നു. ഇന്ന് അവിടെ ഒരു തരിപ്പാടമില്ല. മുൻപ് ഈ പെയ്ത് വരുന്ന വെള്ളമല്ല അവിടെ കെട്ടിക്കിടക്കുന്നത്, കൃഷിക്ക് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഇന്ന് പാടശേഖരങ്ങളില്ല. പിന്നെ വേണമെങ്കിൽ മ്യൂസിയത്തിൽ പോയി മൃഗങ്ങളെ കാണുന്ന പോലെ കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അഗ്രികൾച്ചറുകാരുടെ, കൃഷി വകുപ്പുകാരുടെ ഒരു പാടം പാറോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ മുതൽ കേശവദാസം വരെയുള്ള സ്ഥലത്ത് ആ റോഡിന്റെ പുറകിലായിട്ട് കിടപ്പുണ്ട്. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് കാണുന്ന പാടം അതേ ഉള്ളൂ. പാടം നെല്ല് വിളയുന്നത് എല്ലാം മനുഷ്യൻ മൂടി.
വെള്ളത്തിന് പോകാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്, മധ്യ കേരളത്തിലെ വിമാനത്താവളത്തിനകത്ത് മുട്ടറ്റമല്ല, ഒരാളല്ല, അതിന് മീതെ വെള്ളം പൊങ്ങി ഒഴുകുക. കാരണം അത് മുമ്പ് പാടശേഖരമായിരുന്നു. അത് നികത്തി റെയിൽവേ റൺവേ പ്ലെയിൻ്റെ റൺവേ ആക്കി, എയർപോർട്ടാക്കി. ഈ വെള്ളം അങ്ങോട്ടാ പോണ്ടി. അങ്ങനെ ഇന്ന് നടക്കുന്ന പ്രളയം മുഴുവൻ മനുഷ്യനിർമ്മിതമാണ്. അതിന്റെ തിക്താനുഭവങ്ങളാണ്. കണ്ടൽക്കാടുകൾ മൂടി സമ്പന്നന്മാരും അതിസമ്പന്നന്മാരും ബഹുനില കെട്ടിട സമുച്ചയങ്ങൾ പണിയുക. വെള്ളം എങ്ങോട്ടാ പോകേണ്ടത്? അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കാണുന്ന സകല പ്രളയത്തിനും കാരണം ദൈവമല്ല, മഴയുമല്ല. മറിച്ച് പരിസ്ഥിതിവാദികൾ മണലെടുക്കരുത് പറഞ്ഞ് അവരൊരു ഭാഗത്ത്, പാടവും തോടും കനാലും കായലും എല്ലാം മൂടി കെട്ടിടം പണിയുന്ന ഭൂമാഫിയ മറ്റൊരിടത്ത്. അവർക്ക് സകല ഒത്താശയും ചെയ്തുകൊണ്ട് പാറമട ലോബി കൂടെയുണ്ട്. അവർ പൊട്ടിച്ചെടുക്കുന്ന ടൺ കണക്കിന് എംസാൻഡ്, പാറമണൽ വിപണിയിൽ വന്ന് കെട്ടിടങ്ങൾക്ക് പണിയാൻ ഉപയോഗിക്കണമെങ്കിൽ പുഴമണൽ പുറത്തു വരരുത്. അതുകൊണ്ട് അവര് പറ്റുന്ന സ്ഥലത്തെല്ലാം അതടവെച്ച് പാറ യഥേഷ്ടം പൊട്ടിച്ച് അതിന്റെ മണ്ണ് കൊണ്ട് വീടും മറ്റു കാര്യങ്ങളും പണിതുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന ഈ വെള്ളപ്പൊക്കത്തിന് കാരണം മഴയല്ല. എന്നാൽ ചെറുപറഞ്ഞ മേഘസ്ഫോടനം ഹിമാലയത്തിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന പ്രളയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെ തന്നെ വാഹനങ്ങൾ ഒലിച്ചു പോയെന്ന് കണ്ടു. മേഘസ്ഫോടനം അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. എന്നാൽ ഇങ്ങനെ മഴ പെയ്ത് പ്രളയം വരുന്നതിന് കാരണം, അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം ഈ പ്രളയം വരുന്നതിന് കാരണം മനുഷ്യനിർമ്മിതമാണ്. പോകട്ടെ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു, ഇനി ഒരു പ്രളയത്താൽ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല. അത് ഉറപ്പാണ്. അങ്ങനെ ദൈവക്രോധത്തിൽ എവിടെയെങ്കിലും മഴ പെയ്യിക്കുന്നുവെങ്കിൽ ആകാശത്ത് ദൈവം വച്ചിരിക്കുന്ന വില്ല് കാണുമ്പോൾ ദൈവകോപം മാറി ദൈവം ആ ഭാഗത്തെക്കുറിച്ച് അനുദപിച്ച് അവിടെ നശിപ്പിക്കത്തില്ല. അത് ഉറപ്പാണ്. ഇന്നത്തെ ഭരണാധികാരികൾ തരുന്ന ഗ്യാരണ്ടി പോലല്ലത്, പ്രകടന പത്രികയിലെ ഗ്യാരണ്ടി പോലല്ലത്. വാട്ട്സ് ഗോഡ് സേസ്, എന്ത് ദൈവം ഒരിക്കൽ പറഞ്ഞോ അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കും. അതിന് കാരണമുണ്ട്. ഇനി പ്രളയം കൊണ്ടല്ല ഈ ഭൂമി നശിക്കുന്നത്, മറിച്ച് തീ കൊണ്ടാണ്. അതാണ് അതിന്റെ വാക്കുകൾ വായിച്ചാൽ നമുക്ക് പോകണമെങ്കിൽ 2 പത്രോസ് 3:5-6 6ാമത്തെ വാക്യം വായിക്കുന്നു. അതുകൊണ്ട് അതേ വചനത്താൽ, അന്ന് ഉളവാകട്ടെ എന്ന് പറഞ്ഞ വചനത്താൽ ദൈവം പറഞ്ഞപ്പോൾ മഴ പെയ്തതുപോലെ അതേ വചനത്താൽ ദൈവം ഈ ഭൂമിയെ വായിച്ചു. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. യെസ്, അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെങ്കിൽ എന്നും ഇപ്പോഴത്തെ ആകാശവും ഇന്ന് ഇപ്പോൾ കാണുന്ന ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് ഈ 2024 ഏപ്രിൽ മാസം 13-ാം തീയതി ഇന്ന് നാം കാണുന്ന ഈ ആകാശം, കഴിഞ്ഞ ദിവസം സൂര്യഗ്രഹണം ഉണ്ടായ ആകാശം, ഈ ആകാശം എന്ത് ചെയ്യും? ഈ ആകാശവും നാം അധിവസിക്കുന്ന ഈ ഭൂമിയും അതേ വചനത്താൽ ദൈവം ഉളവാകട്ടെ എന്ന് പറഞ്ഞ അതേ വചനത്താൽ തീക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞൊക്കെ പാസ്റ്ററെ വെറും മണ്ടം വാക്കുകള് പ്രസംഗമൊന്നും പറയാതെ, കാരണം അടുത്തൊരു ലോകമഹായുദ്ധത്തിൽ ഇത് മുഴുവൻ നശിക്കും. നെവർ, സംഭവിക്കത്തില്ല. അങ്ങനെ ലോകമഹായുദ്ധം ഉണ്ടായാൽ പിന്നെ ഭൂമിയില്ല, ആ കാര്യം ഉറപ്പാണ്. ഭൂമിക്കടിയിലും ഭൂമിയിലും ആകാശത്തും സമുദ്രത്തിനടിയിലും ഓരോ രാജ്യങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങൾ പൊട്ടാമെങ്കിൽ ഭൂമി ഒരു 10,000 പ്രാവശ്യം കത്താനുള്ള സാധനങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളും കൂടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതം ഒരു ദരിദ്ര രാഷ്ട്രമെന്നാണ് പറയപ്പെടുന്നത്. വേണ്ടുന്ന പോലെ പണം എല്ലാവർക്കും ഇല്ല. 1000 താഴെ പേരേ ഉള്ളൂ അതിസമ്പന്നന്മാരും സമ്പന്നന്മാരും. ബാക്കി എല്ലാവരും അന്നന്നുള്ള കാര്യം കഴിഞ്ഞ് പോകുന്നവരാ. എങ്കിലും ലോകത്ത് മുമ്പാകെ ചില മേന്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ നമ്മളെ ഈ രാഷ്ട്രം പോലും വേണ്ടി വന്നാൽ ലോകം മുഴുവൻ കത്തിക്കാനുള്ള സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും
ന്യൂക്ലിയർ ബോംബുകൾ, മറ്റിതര ബോംബുകൾ മിസൈലിന്റെ പോർമുനകളിൽ വെച്ച് തൊടുത്തു വച്ചിരിക്കുകയാണ്. ഒരു ഓർഡർ കിട്ടിയാൽ മതി, ആ സെക്കൻഡ് ഇതെല്ലാം പായും, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പായും. ഭൂമി ഭസ്മമായി മാറും. അത് ഭൂമിയുടെ ഉടമസ്ഥനായി ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് അവർ അമ്പുകളെ കൊഴുക്കളാക്കി മാറ്റുന്ന എഹെസ്കേൽ പ്രവാചക പുസ്തകം, യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിലും ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന AK-47 ഉൾപ്പെടെയുള്ളതായ ഇതര ആയുധങ്ങളെ മുഴുവൻ മനുഷ്യൻ ഇന്ന് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ ആയുധങ്ങൾ പൊതുജന പ്രയോജനത്തിനു വേണ്ടി, സ്തോത്രം, ദൈവം ഉപയോഗിക്കും. അന്നവർ വാളുകളെ കൊഴുക്കളായിട്ട് അടിച്ചു മുക്കും. വാളുകളും ഇതര ഉപകരണങ്ങളും ദൈവം ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നശീകരണ ആയുധങ്ങളെ മുഴുവൻ ദൈവം പ്രയോജനകരമായ സാധന സാമഗ്രികളാക്കി തീർക്കും. അതുകൊണ്ട് ഒരു 3-ാം ലോക മഹായുദ്ധത്തിന് ഇനി സാധ്യതയില്ല എന്നാണ് തിരുവചനത്തിലൂടെ എനിക്ക് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് തന്നെയുള്ള കാര്യം. സ്തോത്രം. അതുകൊണ്ട് ഇന്നീ കാണുന്നത് ദൈവം ഭൂമിയെ നശിപ്പിക്കും. അവരിങ്ങനെ വാളുകളെ കൊഴുക്കളാക്കി, കൊഴുക്കളാക്കി, അതായത് തീ കലപ്പയുടെ അടിയിൽ അല്ലെങ്കിൽ കലപ്പയിൽ വെച്ചിരിക്കുന്ന ഉപകരണമാണ് കൊഴു. അതാണ് മണ്ണിനെ കീറി മുറിച്ചുകൊണ്ട് ചാലുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയെ, സ്തോത്രം, ഭൂമിയെ ഉഴുതു മറിക്കുന്നത് കലപ്പയുടെ അടിയിലുള്ളതായ അല്ലെങ്കിൽ കലപ്പയിൽ ഉറപ്പിച്ചിരിക്കുന്നതായ കൊഴുക്കളാണ്. സ്തോത്രം. അത് പഴയകാലത്തെ തടിക്കലപ്പകൾ വെച്ചെങ്കിൽ ഇന്ന് ആധുനിക ഉപകരണങ്ങൾ, ട്രാക്ടർ പോലുള്ളതായ ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നതും കൊഴുവാണ്. പണ്ട് തടി കൊണ്ട് തന്നെയായിരുന്നില്ല കലപ്പയും കൊഴുവും. എന്നാൽ ഇന്ന് ഇരുമ്പ് കൊണ്ടാണ്. ഇരുമ്പുള്ള കൊഴുവ് ഒന്നല്ല പലത് വെച്ചിട്ടാണ് ട്രാക്ടർ വെച്ച് ഉഴുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരുന്നത്. മുൻപ് ഒരു പറ കണ്ടമൊക്കെ അല്ലെങ്കിൽ 5 പറ കണ്ടമൊക്കെ കൂട്ടിയെടുക്കണമെങ്കിൽ ഒത്തിരിയേറെ നേരം വേണമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. കാരണം ആധുനിക ഉപകരണങ്ങളുടെ അടിയിൽ വെച്ചിരിക്കുന്നതായ കൊഴുവുള്ളതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് ചില വരികളെ പാടാം. നിൻവചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം നിൻവചനം ധ്യാനിക്കുമ്പോൾ ഹൃദയം ശ്വസിക്കും താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. യെശയ്യ 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ദൈവം ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. ഒരു ജാതി ഇനി വേറൊരു ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. സ്തോത്രം. പറയാണ് ഇതെന്ന് നടക്കേണ്ടതാ.
ഇപ്പോൾ തന്നെ റഷ്യ ഉക്രൈനിൽ ബോംബിട്ടപ്പോൾ, ആ യുദ്ധം തുടങ്ങിയപ്പോൾ വലിയ സഖ്യ കക്ഷികളെല്ലാം, രാജ്യങ്ങളെല്ലാം ഓരോരോ പക്ഷം ചേരാൻ തുടങ്ങി. ഒരു മൂന്നാം ലോകമഹായുദ്ധം സകലരും മണത്തതാണ്, നടക്കാൻ പോകുന്നൊരു ചിന്ത പകലിനും വ്യാപരിച്ചു. എന്നാൽ ഇതുവരെ നടന്നിട്ടില്ല. ഹമാസ് എന്ന് പറഞ്ഞ സംഘടന ഇസ്രയേലും ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ അതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിന് വക്കോളം കൊണ്ടെത്തിച്ചു. ഇതുവരെ സംഭവിച്ചിട്ടില്ല. മൂന്നാം ലോകമഹായുദ്ധം ഒന്നിനോട് നടന്നു. എന്നാൽ ഇനി അങ്ങനെ യുദ്ധം നടക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ പക്കലുള്ള വിശുദ്ധ വേദപുസ്തകം ഉയർത്തി ധൈര്യത്തോടെ പറയട്ടെ. ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവം പറയുന്നു. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. ദൈവം ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. ഉക്രൈന്റെ റഷ്യയുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ചു. ഒരുപക്ഷെ സഖ്യകക്ഷികൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒക്കെ ഞങ്ങൾ കയറി പറഞ്ഞു, റോമിൽ നിന്ന് വേറൊരാൾ പറഞ്ഞു, ഇങ്ങനെ പലർക്കും പറയാൻ പറ്റും. ഓക്കെ, സമ്മതിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ നടന്നിട്ടാണ്. ജാതികളുടെ ഇടയിൽ ദൈവം ന്യായം വിധിക്കും. ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. ബഹുവംശങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല വംശങ്ങൾക്കും ദൈവം വിധി കൽപ്പിക്കും. ദൈവത്തിന്റെ വിധി, ജഡ്ജ്മെന്റ് അവർ അംഗീകരിക്കും. സ്തോത്രം. ഇന്നൊരു പക്ഷേ സെക്ഷൻ കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ വേണ്ടി വന്ന സുപ്രീം കോടതിയുടെ വരെ അനുസരിക്കാതിരിക്കാൻ കഴിയുമായിരിക്കും. സാധാരണക്കാർക്ക് പറ്റുകയില്ല കേട്ടോ. അല്ലാത്തവർ അത് വിഷയമല്ലല്ലോ. ചിലന്തി വല ചെറിയ പ്രാണികളെ മാത്രമേ പിടിച്ചു നിർത്തുള്ളൂ. ചിലന്തി ഒരു വലിയ പാറ്റ വന്നാൽ പോലും ചിലന്തി വലയ്ക്ക് വലിയ ഇതൊന്നും ഉണ്ടാവുകയല്ല. കാട്ടിലെ അല്ല കേട്ടോ. കാട്ടിലെ ചിലന്തി വല കുറച്ചുകൂടെ ശക്തമായിരിക്കും. എന്നാൽ ഒരു പരുന്തോ ഒരു കാക്കയോ കയറി മേയാമെങ്കിൽ, ചിറകടിച്ച് പോകാമെങ്കിൽ ചിലന്തിയുടെ വല അവിടെ കാണുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ബഹുവംശങ്ങൾക്ക് ന്യായം വിധിക്കുമെന്ന്. ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും. അതിന് പറയാണ് ഇവിടെ, and he shall judge among the nations. He shall judge among the English is he shall. God will shall judge among the nations and shall rebuke many people. ദൈവം തന്നെ ഇടപെടും. എന്നിട്ട് പറയാണ്, and they shall beat their swords into അവരുടേതായ മലയാളം വായിച്ച് അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി മാറും. ഇതിനെ കീഴ് വെക്കാൻ പറ്റും. കുന്തങ്ങളെ വാക്കത്തിയാക്കി മാറ്റും. എന്തിനാ? പിന്നെ കാട്ടിലും മേടിലും പോകാൻ വേണ്ടി. സ്തോത്രം. നിലം കിളയ്ക്കാൻ വേണ്ടി, ഉഴാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത് പറയുന്നു, ഇനി ഒരു ഡ്രില്ലുണ്ടാകുകയല്ല. ഡ്രില്ല് പോലീസിൽ ഇനി ട്രെയിനിങ് ഉണ്ടാകുകയല്ല. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ തമ്മിൽ പിന്നെ യുദ്ധാഭ്യാസങ്ങൾ ഉണ്ടാകുകയല്ല. ഇപ്പൊ അമേരിക്കയുടെയും ഇന്ത്യയുടെയും സൈനിക അഭ്യാസങ്ങൾ നടക്കാറുണ്ട്, വ്യോമാഭ്യാസങ്ങൾ നടക്കാറുണ്ട്, കടലിൽ ഷിപ്പുകളിൽ കപ്പലുകളിൽ തന്നെ അഭ്യാസം നടക്കാറുണ്ട്. പല രാജ്യങ്ങളും നമ്മളും അടക്കം നടക്കുന്നത് കണ്ടില്ലേ? അതല്ല, യുദ്ധത്തിന്റെ റിഹേഴ്സലാ. ഇരിക്കുന്ന ഉപകരണങ്ങൾ തുരുപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഗ്രീസ് അടിച്ച് എണ്ണ അടിച്ചും ചെയ്യുന്ന പരിപാടികളാണ്. ആ വകയിൽ കോടികൾ എഴുതി മരുന്നുണ്ട്. പോകട്ടെ. എന്നാൽ ദൈവം പറയുന്നു, സർവശക്തനായ ദൈവം, ഏകനാ ദൈവം, യഹോവയാം ദൈവം, പിതാവ് പുത്ര പരിശുദ്ധാത്മാം ദൈവം, ത്രിയേക ദൈവം പറഞ്ഞു, ഇനി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ യുദ്ധം അഭ്യസിക്കുകയില്ല. വാളോങ്ങുന്നില്ലെങ്കിൽ യുദ്ധം അഭ്യസിക്കുന്നതിൽ എന്ത് ചെയ്യും? മറ്റു ഭാഗത്ത് സമയത്ത് പോകുന്ന മഴയാണുള്ള പക്ഷേ ഞാൻ അതിൽ കിടക്കുന്നില്ല, കയറി ഒന്നുകൊണ്ട് ജസ്റ്റ് നിർത്തുന്നേ ഉള്ളൂ. ഈ ന്യൂക്ലിയർ ആ ആയുധങ്ങളെല്ലാം പ്രത്യേക രീതിയിൽ, ഇപ്പോൾ കൈബോംബ് പിന്നൂരിയേച്ച് നമ്മൾ എറിഞ്ഞ സ്ഫോടനം നടക്കും.
ഗ്രനേഡൊക്കെ അതിനൊരു പിന്നുണ്ട്, പിന്ന് ഊരിയച്ച് എറിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. എന്നാൽ ആ ഗ്രനേഡിനെ ഇനി ഡൈവേർട്ട് ചെയ്യും. അതിന്റെ പിന്നുകളെ ഊരി ചെറുതും വലുതുമായ യുദ്ധോപകരണങ്ങളുടെ സ്ഫോടക ശക്തികളുടെ എല്ലാം പിന്നുകളെ ഊരി വിമാനത്തിന്റെയും കപ്പലിന്റെയും ട്രെയിനിന്റെയും ഇതര വാഹനങ്ങളുടെ മുന്നിൽ ഫിറ്റ് ചെയ്യും. സ്ഫോടകാത്മകമായ എനർജി ഇനി, നശീകരണത്തിനുള്ള എനർജി ഇനി പൊതുജന പ്രയോജനത്തിനായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ സാധനങ്ങൾ കൊണ്ട് അത് ഓടും. മറ്റു ഭാഗത്ത് അവരുടെ വാളുകൾ കൊണ്ട് 1000 വർഷത്തോളം അവർ ഉപജീവിക്കുന്ന, നാളുകൾ ഇവിടെ ഉപജീവിക്കത്തക്കവണ്ണം ഇന്നുള്ളതായ ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലും കടലിലും അന്തർവാഹിനികൾ വരെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഒരെണ്ണം പൊട്ടിക്കാതെ ദൈവം സമ്മതിക്കുകയില്ല. ബിക്കോസ് ദൈവത്തിന്റെ വാക്കിൽ ഈ ഭൂമി നശിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വാക്കിലാണ് ദൈവം ഈ ഭൂമി നശിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മനുഷ്യൻ നശിപ്പിക്കാൻ ദൈവം ഭൂമിയെ വിട്ടുകൊടുക്കുമോ? നോ, നെവർ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. നോക്കൂ, അതുകൊണ്ട് ഇനി ഒരു വെള്ളത്താൽ ഒരു പ്രളയം ഭൂമിക്കില്ല. ഇനിയുള്ള നാശം തീ കൊണ്ട് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ ദൈവം, നമുക്ക് മഴയാണുള്ള വിഷയം. എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്? മഴയുടെ ഉത്ഭവം എങ്ങനെ? ഒന്ന് വായിക്കാം. സ്തോത്രം. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ആദ്യം വായിക്കും. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ, ഉല്ലാസകോശം അതിലുണ്ടാകരുത്. 3:7 6 വായിച്ചു. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ, അത് ആണ്ടിന്റെ ആളുകളുടെ മഴ സ്തോത്രം. 36-ാം അധ്യായം 27 വാക്യം. സോറി, 5-ാം അധ്യായത്തെ 10-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ ഭൂതലത്തിൽ മഴ അതാ, പെയ്യ്ക്കുന്നു. ക്ഷമിക്കണമേ, 3:7 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അവൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നു, വയലുകളിലേക്ക് വെള്ളം വിടുന്നു. ദൈവം ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നു, മനുഷ്യനല്ല പെയ്യിക്കുന്നു. ദൈവം ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നു. ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നത്? വയലിലേക്ക്. ഇന്നെവിടെ വയൽ? നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ അടുത്ത് ചേർന്ന് വാക്യം വായിച്ചു. ഈ മഴ പെയ്യിക്കുന്നത് എങ്ങനെ? 36-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചു. യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. Praise the Lord. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. കഴിഞ്ഞ ദിവസം മഴയെക്കുറിച്ചുള്ളതായ ഈ പ്രഭാഷണ പരമ്പര പ്രസംഗം ആരംഭിച്ച ശേഷം യൂട്യൂബില് ഒരു ആർട്ടിക്കിൾ, ഒരു വീഡിയോ എന്നെ ആകർഷിക്കാനിടയായി തോന്നുന്നു. അത് മറ്റൊന്നുമല്ല, കൃത്രിമ മഴ എന്നുള്ളതാണ്. ഞാനത് പല പ്രാവശ്യം കേൾക്കാനിടയായി തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ കൃത്രിമ മഴ പെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്നും. ഇപ്പോൾ ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് കൃത്രിമ മഴക്കാരൻ ചെയ്യുന്നത്. ഇവിടെ വായിക്കുന്നു, ദൈവം നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. അവന്റെ ആവി, ദൈവത്തിന്റെ ആവി അതിന്മേൽ അയക്കുമ്പോൾ അത് മഴയായിട്ട് പെയ്യും. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. മനുഷ്യരുടെ മേൽ, അത് മനുഷ്യരുടെ മണ്ടയ്ക്ക് ധാരാളമായി പൊഴിയുന്നു. ആ ഓരോ വാക്കും ഇന്ന് ശാസ്ത്രം അതുപോലെ ചെയ്യുകയാണ്. ഇന്ന് ഇതിന് പറഞ്ഞത് ക്ലൗഡ് സീഡിംഗ് എന്നാണ്. ക്ലൗഡ് സീഡിംഗ്, കൃത്രിമ മഴ. കൃത്രിമ മഴ പെയ്യിക്കുന്നതിൽ മുമ്പന്മാര് ചൈന, ദുബായ്, തായ്വാനാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ദുബായിക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കും. ചൈനക്കാരൊട്ടും മോശമല്ല, തായ്വാൻകാരും മോശമല്ല. അപ്പൊ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞ സാധനം, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം.
അവിടെ പറയുന്ന ഐസ് ക്രിസ്റ്റലുകളുടെ കൂട്ടമാണ് മേഘമെന്ന്. ഐസ് ക്രിസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ നീർത്തുള്ളികളുടെ കൂട്ടമാണ് മേഘം. യോബിന്റെ പുസ്തകം 36:27 പറയുന്നത് അവൻ നീർത്തുള്ളികളെ, ആകാശത്തുള്ള നീർത്തുള്ളികളുടെ കൂട്ടമാണ് മേഘം. അതിന്റെ സിംഗിൾ പോർഷനാണ് നീർത്തുള്ളി, ക്രിസ്റ്റലാണ് നീർത്തുള്ളി. അപ്പോൾ കോടിക്കണക്കിനുള്ള വെള്ളത്തിന്റെ തുള്ളികൾ ചേർന്നാണ് മഴ മേഘങ്ങൾ. നമ്മളിപ്പോ വായിച്ചല്ലോ 28-ാമത്തെ വാക്യം വായിച്ചല്ലോ. എന്തായിരുന്നു? മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മഴത്തുള്ളി നേരെ കീഴോട്ട് പോരുകയല്ല, മഴത്തുള്ളി നേരെ കീഴോട്ട് വരികയല്ല, മറിച്ച് അനേക ജലഖണികൾ, ക്രിസ്റ്റലുകൾ ആകാശത്ത് ഒരുമിച്ച് കൂടുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യപ്രകാശം ജലാശയങ്ങളിലേക്ക് വന്നിട്ട് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി വേപ്പറായി ഉയരങ്ങളിലേക്ക് ചെന്ന് ആകാശത്തേക്ക് എത്തുന്നത് ജലത്തുള്ളികൾ മുകളിലേക്ക് ചെല്ലുന്നു. അതിന്റെ ഒരു വകഭേദമാണ് നമ്മുടെ നാട്ടിലെ നാടൻ വാറ്റ്. ഒരു ചെറിയ കുഴലിലൂടെ ആവി ഘനീഭവിച്ചാണ് അത് പിന്നെ ചാരായമായി മാറുന്നത്. കുടിക്കാനുള്ള ലിക്വറായി അല്ലെങ്കിൽ ജലമായി വെള്ളമായി ആ ലിക്വിഡ് ഫോമിൽ എത്തുന്നത് പിന്നെ തുള്ളികളാണ്, നീരാവിയാണ്. അപ്പോൾ വെള്ളത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ജലകണങ്ങൾ നീരാവി മുകളിലേക്ക് ഉയർന്ന് ജലകണങ്ങളായി മാറും. ആ ജലകണങ്ങളായ ചെറിയ ചെറിയ തുള്ളികൾ ഒരുമിച്ച് ചേരുമ്പോൾ വലിയ മേഘങ്ങളായി മാറും. ആ മേഘത്തിന്മേൽ തണുത്ത കാറ്റടിക്കുമ്പോൾ അത് മഴയായിട്ട് താഴേക്ക് വരും. ഇതാണ് മഴ. എന്നാൽ കൃത്രിമ മഴ ഉണ്ടാക്കുന്നവർ ചെയ്യുന്ന കാര്യം, അതിനുവേണ്ടി ചില സാധനങ്ങൾ ആവശ്യമുണ്ട്. ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, പിന്നെ സിൽവർ, പിന്നെ ഒരു ഡ്രൈ വേറൊരു ഉപകരണം, വേറെ സാധനം, നോട്ട് ഉപകരണം, വേറെ സാധനം, അതിന്റെ പേരെനിക്ക് എത്ര കിട്ടിയില്ല. ഡ്രൈ പ്രൈസ് എന്ന രാസവസ്തുവാണ് മറ്റു സാധനം. 3 സാധനങ്ങളാണ്. ഒന്ന് ഉപ്പ് അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, സിൽവർ വെള്ളി, അതുപോലെ വിലയുള്ളതായ മറ്റൊരു രാസവസ്തു. ഇവ 3 കൂടെ ചേർത്ത്, ഇവ 3 പൊതുവെ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് 3 കൂടെ ചേർത്ത മിശ്രിതം കൂട്ടിയെടുത്ത വിമാനം ആകാശത്തേക്ക് പറന്നുയരും. അങ്ങനെ ആകാശത്തേക്ക് എത്തുന്ന വിമാനം ആകാശത്ത് പര്യവേഷണം നടത്തും, അന്വേഷിക്കും, സെർച്ച് ചെയ്യും. എന്തുവാ, എവിടെയാണ് ഈ പറഞ്ഞ നീർത്തുള്ളികൾ കൂടുതലുള്ളത്. ജനഗണങ്ങളായിരിക്കുന്ന നീരാവി ഘനീഭവിച്ച നീർത്തുള്ളികൾ എവിടെയാണോ കൂടുതലായിരിക്കുന്നത് ആ ഭാഗത്തേക്ക് വിമാനം ചെന്നിട്ട് അവിടേക്ക് ഈ രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ അത് മഴയായിട്ട് താഴേക്ക് വരും. അപ്പോൾ എവിടെയാണ് മഴ പെയ്ക്കേണ്ടത് ആ സ്ഥലത്തിന് മുകളിൽ ഇപ്രകാരമുള്ള മേഘങ്ങൾ വേണം. അപ്പം ദുബായിലെ ഏത് സ്ഥലത്ത് വേണം മഴ? ആകാശത്ത് നിന്നോ ഭൂമിയിലോ നിന്ന് കാലാവസ്ഥ നിരീക്ഷണം എവിടെയാണ് ഇതുപോലുള്ള മഴമേഘ തുള്ളികൾ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ട് ആ സ്ഥലത്തിന് മീതെ വിമാനം ചെന്ന് അതിൽ നിന്ന് താഴേക്ക് വിമാനത്തിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വരൾച്ച, മഴയില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെയുള്ളതായ ഈ പ്രക്രിയ ചെയ്യുന്നത്. അതിന് ഒത്തിരിയേറെ അനുകൂലമായ സാഹചര്യങ്ങൾ വേണം. അതിലൊന്നാണ് ഈ മഴത്തുള്ളികളുടെ ആവാസ കേന്ദ്രം കണ്ടെത്തണം. അപ്പൊ അന്തരീക്ഷ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അന്തരീക്ഷമായ സാഹചര്യമാണ്. ഒന്ന്, അനുയോജ്യമായ മേഘങ്ങൾ ഉണ്ടാകണം. പിന്നെ ജലബാഷ്പത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. ഇങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ കൃത്രിമ മഴയുടെയും പെയ്ത്ത്. അല്ലാതെ ഈ പറഞ്ഞ ഉപ്പും അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡും സിൽവറും
ഈ അടുത്ത് ഞാൻ ഈ പറഞ്ഞ രാസവസ്തുവും കൂടെ ഉള്ളിൽ കൊണ്ട് വെച്ച് കീഴോട്ട് താഴ്ച്ചാൽ മഴയുണ്ടാകുകയില്ല. മഴ അവിടെ പെയ്യണമെങ്കിൽ ഉപ്പും അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡും സിൽവറും അടുത്ത് പറയപ്പെട്ടതായ ആ രാസവസ്തു മാത്രം കൊണ്ട് ചാമ്പിയാൽ മഴ പെയ്യത്തില്ല. മഴ പെയ്യണമെങ്കിൽ അതിന് മറ്റു പല അനുകൂലമായ സാഹചര്യങ്ങൾ വേണം. സഫാരി ചാനലുകാർ ഇതുവല്ലോ അറിയാവോ? സഫാരി ചാനലിനോട് പറഞ്ഞാൽ അദ്ദേഹം പറയും വേണമെങ്കിൽ അദ്ദേഹം കണ്ടു കാണും, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പെയ്യിക്കുന്ന വിമാനത്തിൽ യാത്ര ചെയ്ത് ഒരുപക്ഷെ അദ്ദേഹം ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവിടെ ചെന്ന് ഇത് ചാടിക്കണമെങ്കിൽ, ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ, ഘടകങ്ങൾ ഒത്തിരി വേറെ വേണം. എങ്കിൽ മാത്രമേ സ്തോത്രം ഇത് വേവിക്കാനൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് ചെലവെത്രയെന്നറിയാവോ? പെട്ടെന്നൊന്നും ആർക്കും ചെയ്യാനൊക്കത്തില്ല. ബാംഗ്ലൂരിലെ 2023 വളർച്ചയുള്ള സ്ഥലത്ത് ചെലവായത് 100 ചതുരശ്ര അടി ചുറ്റളവ് ചെയ്തതിന് 300 കോടി രൂപയായി. സ്തോത്രം, 100 ചതുരശ്ര അടി. എത്ര അതിന്റെ കണക്കെനിക്കറിയില്ല കേട്ടോ. ബാംഗ്ലൂരിലെ ഒരു സ്ഥലത്ത് ചെയ്തപ്പോൾ 300 കോടി രൂപ അതിലധികമായി. മഹാരാഷ്ട്രയിലും ചെയ്തു, അതിന് ഇത്രയാണ്. ഇങ്ങനെ ചെയ്താലും മഴ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. എന്നാൽ UAE-യിലാണ് ഇത് വളരെ വിജയപ്രദമായി നടത്തുന്നത്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളോട് ചെയ്തത്, ബീജിംഗ് ഒളിമ്പിക്സിൽ ചൈന ഒളിമ്പിക്സിൽ മഴ പെയ്ത് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി, തടസ്സം വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ ഇമാതിരി പരിപാടി കാണിച്ചു ആ മഴ അങ്ങ് പെയ്ച്ചാണ് പിന്നെ അവർ ഒളിമ്പിക്സ് നടത്തിയത്. ജലഗണങ്ങളിലല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? മഴ അവർക്ക് തടസ്സമാകുക ചെയ്തിട്ട് ബീജിംഗിൽ ചൈനയുടെ ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഈ പറയുന്നത് ഒരു സുവിശേഷകനായ, ഒരു ഉപദേശിയായ, പാസ്റ്ററായ ഞാൻ പറയുന്നത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. പൊതുജന വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പം ഗൂഗിളിൽ നിന്നാണല്ലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, ഇങ്ങനൊരു കാര്യം നടന്നോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. കുളങ്ങരയൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. അന്ന് അങ്ങനെ അവർ കൃത്രിമ മഴ പെയ്യിച്ചിട്ടാണ് അവിടുത്തെ മഴ മേഘങ്ങളെ മാറ്റിയത്. നോക്കുക, അതുകൊണ്ട് മഴ പെയ്യിക്കാന്ന് കരുതി ആരെങ്കിലും പ്ലെയിനും എടുത്തോണ്ട് മോളിൽ ചെന്നാൽ മഴ കീഴോട്ട് പെയ്യത്തില്ല. അതിന് വളരെ ചെലവേറിയതാണ്. കോടിക്കണക്കിന് രൂപ വേണം. അങ്ങനെ കാശ് നമ്മൾ മുതൽ മുടക്കാതെ കിട്ടുന്ന മഴയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. അങ്ങനെ വെറുതെ 5 കാശ് മുടക്കില്ലാതെ നമുക്ക് ലഭിക്കുന്ന മഴ, അതിലുള്ള വെള്ളത്തെ ഇടുക്കിയിലും ആങ്ങമൂഴിയിലും ഇതര സ്ഥലങ്ങളിലും ഡാം പണിത് തടഞ്ഞു നിർത്തി അതിനെ വലിയ കുഴലിലൂടെ വിട്ട് പ്രൊപ്പല്ലറുകൾ കറക്കി വെള്ളമുണ്ടാക്കിയിട്ട് അമിത കാശുണ്ടാക്കുന്ന സർക്കാരെ ഒരു കാര്യം ഓർത്തണം. കാശ് മുടക്കാതാണ് ഈ സാധനം വെള്ളം ഭൂമിയിലോട്ട് വരുന്നത്. അമിത ചാർജാണ് എന്നിട്ട് ജനങ്ങളെ വസൂലാക്കുന്നത്. ഭരണാധികാരികളുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി. ഇതിനെല്ലാം ഈ ഭരണാധികാരികൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് വാട്സപ്പിൽ വന്നതായ ഒരു കണക്കാണ്. എത്രയോ മീറ്ററിന് ശേഷം ഒരു യൂണിറ്റ് കൂടി അധികം ഉപയോഗിച്ചാൽ 3800 സംതിങ് രൂപയാകുമെന്ന്, ഇല്ലെങ്കിൽ 3000 രൂപ വരെ ആകത്തുള്ളത്. ഞാൻ അതിന്റെ കണക്ക് മറന്നു. എത്രയോ യൂണിറ്റ് വരെ വന്ന് അതിനകത്ത് 200 ആണെന്നോ അതാ 300 ആണെന്നോ. അതിൽ ഒരു യൂണിറ്റ് എക്സ്ട്രാ വന്നാൽ 800 ചില്ലുവാനും രൂപ കൊടുക്കണം മനുഷ്യൻ. KCB ഓർക്കുക, കോടിക്കണക്കിന് പണമുണ്ടെങ്കിലേ മഴ പെയ്യിക്കാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ പെയ്തൊഴിയുന്ന മഴകൾക്ക് മനുഷ്യൻ എത്ര രൂപ കൊടുത്തു? ഒരു ചില്ലിക്കാശ് കൊടുത്തോ? വിമാനമെങ്കിലും മുകളിലോട്ട് ഉയർത്തിയിട്ടാണോ സ്തോത്രം മഴ ഉണ്ടായത്? അല്ല. സ്വർഗത്തിലെ ദൈവം മഴ പെയ്തു. നോക്കുക, ഐസ് ക്രിസ്റ്റലുകളുടെ കൂട്ടമാണ് മഴമേഘം. ആകാശത്ത് ജലഗണങ്ങളുടെ കൂട്ടം. അത് കോടിക്കണക്കിന് വെള്ളത്തുള്ളികൾ ചേർന്നാണ് മേഘങ്ങൾ. ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായ ഇയ്യോബിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ഇയ്യോബ് പറഞ്ഞതാണ് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന്.
36 അധ്യായത്തിന്റെ 27, 22 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇനി വായിക്കുന്നില്ല. സ്തോത്രം. ആ കുഞ്ഞു കുഞ്ഞു മേഘത്തുള്ളികൾ അടുത്തുള്ളവയുമായി സംയോജിക്കും. കുഞ്ഞു കുഞ്ഞു തുള്ളികൾ അടുത്തുള്ളവയുമായി കൂടിച്ചേരുമ്പോൾ വലിയ വെള്ളത്തുള്ളിയായി മാറും. അങ്ങനെ പലതുകൂടി ഭാരമേറിയ മഴമേഘമായിട്ട് അതിന്മേൽ തണുത്ത കാറ്റടിക്കുമ്പോൾ താഴേക്ക് വീഴും. ഞാൻ ഓർക്കുന്നു, ചെറിയ ക്ലാസ്സിൽ നമ്മുടെ അറേബ്യൻ കടലിൽ നിന്ന് ഉയരുന്ന നീരാവി ഉയരങ്ങളിലേക്ക് പോയിട്ട് അത് ആകാശം നിൽക്കുമ്പോൾ അടിക്കുന്ന കാറ്റ് സഹ്യപർവ്വതങ്ങളിൽ തട്ടി ആ കാറ്റ് തിരികെ വന്ന്, അല്ലെങ്കിൽ മഴമേഘങ്ങൾ അടിക്കുമ്പോഴാണ് മഴ പെയ്യുന്നതെന്ന്. നമുക്ക് കാലവർഷം, തുലാവർഷം, ഇടവപ്പാതി, വേനൽ മഴ എന്നിത്യാദി കിട്ടുന്നതെല്ലാം ഇങ്ങനെയുള്ളതായ ദൈവിക സന്ദർശനത്തിലൂടെയാണ്. ദൈവമാണിത് പെയ്യിക്കുന്നത്. എന്നിട്ടോ സ്തോത്രം, കുഞ്ഞു കുഞ്ഞു മേഘത്തുള്ളികൾ അടുത്തുള്ളവയുമായി സംയോജിച്ച് വലിയ വെള്ളത്തുള്ളികളായി പലതുകൂടി ഭാരമേറി താഴേക്ക് വീഴും. ഇതാണ് മഴ. ഈർപ്പം കൂടുതലുള്ള മേഘങ്ങളെ കണ്ടെത്തി വിമാനത്തിൽ നിന്ന് ഈ മേഘങ്ങളിൽ രാസവസ്തു വിതറും. ഈ രാസവസ്തുക്കൾ നിലവിലെ ജനഗണങ്ങളെ അടുത്തുള്ളവയുമായി പെട്ടെന്ന് കൂടിച്ചേരാൻ സഹായിക്കും. അതാണ് സാധനം. ഈ രാസവസ്തു വിതറിയാനുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ രാസവസ്തു അല്ല മഴ പെയ്യിക്കുന്നത്, ഒരു കഴിവുമില്ല. ആ വിതറുമ്പോൾ ജലഗണങ്ങളെ അടുത്തുള്ളതുമായിട്ട് ഒട്ടിക്കാൻ സഹായിക്കും, കൂടിച്ചേരാൻ സഹായിക്കും. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ഈ കൃത്രിമ മഴ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പെയ്യിക്കുന്നതല്ല. രാസവസ്തുക്കൾ ഇട്ടാൽ മഴയാകത്തില്ല. ഒന്ന് നടക്കും, ഈ രാസവസ്തുക്കൾ മാറി മാറി നിൽക്കുന്ന, അകന്നകന്ന് നിൽക്കുന്ന ക്രിസ്റ്റലുകളെ, മഴമേഘത്തുള്ളികളെ അടുത്ത് വരാൻ സംയോജിക്കുവാൻ തക്കണം ഒരു സഹായ ഘടകങ്ങളാണ്. സ്തോത്രം. സഹായ ഘടകമാണ് ഈ പറഞ്ഞ 3 സാധനം: ഉപ്പ്, സിൽവർ, ഞാൻ പറഞ്ഞ അടുത്ത രാസവസ്തു. അല്ലാതെ ഇത് 3ഉം കൂടെ മുകളിൽ കൊണ്ടിട്ടാൽ മഴ പെയ്യത്തില്ല, മഴയാകത്തില്ല. ഈ രാസവസ്തുക്കൾ നിലവിലെ ജലഗണങ്ങളെ അടുത്തുള്ളതുമായി ചേർന്ന് പെട്ടെന്ന് കൂടിച്ചേരാൻ സഹായിക്കുന്നു. അങ്ങനെ ചെറുത് വലുതാകും. ഭാരം കൊള്ളുമ്പോൾ മഴയായിട്ട് താഴേക്ക് വരും. ഈർപ്പം കൂടുതലുള്ള മഴമേഘങ്ങൾ എവിടെയുണ്ടോ അവിടെയെങ്കിൽ മാത്രമേ ഈ വിദ്യ വഴി മഴ കിട്ടത്തുള്ളൂ. സ്തോത്രം. ഇന്ന് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ GPS ഉണ്ട്. അവർ ഫിഷിംഗ് ഷിപ്പില് പോകുമ്പോൾ റഡാർ ഉൾപ്പെടെയുള്ളതായ സംവിധാനമായിട്ട് പോകുന്നത്. അതിന്റെ ചെറുതും വലുതുമായ റഡാർ. അത് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് തിരിച്ചു വെച്ച് മീൻകൂട്ടങ്ങളെ കണ്ടെത്തി അവിടെ വലയിടുന്നത്. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ആകാശത്ത് ഒരു പക്ഷേ മേ ബി ഭൂമിയിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ആകാശത്ത് വിമാനം ചെന്നിട്ടാണോ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ടെത്തുന്നതായ ഈർപ്പം കൂടുതലുള്ള മഴമേഘങ്ങൾ ഉണ്ടായിരിക്കണം. അതിന്റെ പുറത്താണ് ഈ സാധനം സ്പ്രെഡ് ചെയ്യുന്നത്. ഈർപ്പം കൂടുതലുള്ള മഴമേഘങ്ങൾ ഉണ്ടായിരിക്കണം, എങ്കിലേ ഈ വിദ്യ വഴി മഴ കിട്ടൂ. എവിടെയാണ് മഴ പെയ്യിക്കേണ്ടതെന്ന് ആ സ്ഥലത്തിന് മുകളിൽ, എവിടെയാണോ മഴ പെയ്യിക്കേണ്ടത് ആ സ്ഥലത്തിന് മുകളിൽ ഇപ്രകാരമുള്ള മഴമേഘങ്ങൾ വേണം. അപ്പൊ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ, കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ മഴ പെയ്യിക്കണമെങ്കിൽ മന്ത്രിമാര് പറഞ്ഞാലും ജഡ്ജിമാര് കൽപ്പിച്ചാലും കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞാലും അനുസരിക്കുന്നല്ലേ മഴ. ഇങ്ങനെ മഴ പെയ്യിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഘടകം അതിന്റെ മുകളിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മഴ പെയ്യിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നീണ്ടു നിൽക്കുന്ന മഴ ഇല്ലാതെയുള്ള ഉയർന്ന വരൾച്ച അന്തരീക്ഷ സാഹചര്യങ്ങൾ, വരൾച്ചയുള്ളപ്പോഴാണ് മഴ പെയ്യിക്കുന്നത്. അതിന് അന്തരീക്ഷത്തിലെ ചില സാഹചര്യങ്ങൾ അനുയോജ്യമായി വരണം. മേഘങ്ങൾ വേണം, ജലബാഷ്പത്തിൽ കൂടുതൽ അളവുണ്ടായിരിക്കണം. ഇങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും കൃത്രിമ മഴയുടെ വിജയം. ഒന്നുകൂടുണ്ട്, വരൾച്ച കാരണം ക്ലൗഡ് സീഡിംഗ് ലഭ്യത ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ വരൾച്ച കാരണം ജലകണികൾ കൂട്ടിച്ചേർന്ന് കിട്ടാറില്ല. അതുകൊണ്ട് ഈ മഴ പ്രയോഗം അധികം നടക്കാറുമില്ല. അപ്പോൾ തന്നെ ഇത് വളരെ ചിലവേറിയതാണ്. ഈ ചിലവേറിയത് ചെയ്യാൻ
നമ്മുടെ കേരളത്തിൽ സാധിക്കത്തില്ല. പറ്റും, കട്ടുപിടിക്കാതിരിക്കാൻ പറ്റും. സ്റ്റോപ്പ്. ഇടുക്കി ജലാശയത്തിന് മുകളിൽ മഴ പെയ്ച്ചാൽ നമുക്ക് വെള്ളം കിട്ടും. പക്ഷെ അത് പെയ്യിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ അതിന് മുകളിൽ വേണം, പലതും വേണം, ദൈവം കൂടെ അനുവദിക്കണം. എന്നാൽ ദൈവം മഴ പെയ്യിക്കുമ്പോൾ ഈ പറഞ്ഞ ഉപ്പും വെതറണ്ട, സിൽവറും വെതറണ്ട, ഇതര കാര്യാതൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ ദൈവം മഴ പെയ്യും. ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം വെച്ചാൽ ബാക്കി ഭാഗം പിന്നത്തേത്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോഴത്തെ വരൾച്ച മാറാൻ കൃത്രിമ മഴ പെയ്യിക്കാമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടി ദീപാസ്വപ്നം കാണുന്നെങ്കിൽ വെറുതെയാണ്. പറ്റും, വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് പണം തരും, ഈ മഴ പെയ്യിക്കുവാൻ, തക്ക അളവായി മഴ തരുവാൻ കാൽക്കാശിന് ചെലവില്ല. എന്നാൽ മഴയില്ലാത്തതിന് കാരണം മനുഷ്യന്റെ പാപമാണ്. ദൈവമല്ലാത്ത ഉപവിഗ്രഹങ്ങളെയും മനുഷ്യരെയും പർവ്വതങ്ങളെയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ മനുഷ്യ ദൈവങ്ങളെയും മൺമറിഞ്ഞു പോയ ആളുകളെയും ഒക്കെ പൂജിക്കുകയും ആരാധിക്കുകയും അതുകൾക്ക് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു. വാഴക്കുല മുതൽ എന്തെല്ലാം സാധനം, പൊന്നും പണവും എല്ലാം ഇതിനെല്ലാം വാരി എറിയുന്നത് കൊണ്ട് ദൈവത്തിന്റെ ക്രോധം മനുഷ്യന്റെ മേൽ വന്നതാണ്. മനുഷ്യർക്ക് ഭൂമിയിൽ മഴയില്ലാത്തത്. അതുകൊണ്ട് മഴയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാൻ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. മഴയില്ലാതെ ഞങ്ങളുടെ ദേശം വരളുന്നു കർത്താവേ. ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ ഭാരതം, ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങൾ പലതും വെള്ളമില്ലാതെ കിടന്നു. വെള്ളത്തിന് വേണ്ടി ഇനി യുദ്ധമുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നുണ്ട്. കർത്താവേ, മനുഷ്യരുടെ പാപം കഠിനമാകൊണ്ട് അവിടുന്ന് മഴമേഘങ്ങളോട് കൽപ്പിച്ചുവല്ലോ. എന്നാൽ തിരുമേനി ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപസാന്നിധ്യം കൂടിക്കണമേ. കർമ്മേൽ മിനിസ്ട്രിക്കായി സ്തോത്രം. പാസ്റ്റർ വർഗീസ് അദ്ദേഹത്തോട് എല്ലാവർക്കുമായി ഞാൻ വാഴ്ത്തുന്നു. കേട്ടവരെ ഞങ്ങൾക്ക് ശിക്ഷാവധിക്കാരന്മാരെ ആരും പ്രകോപിതരാകുവാനല്ല. കർത്താവെ, അവിടുത്തെ വചനത്തിനും ദൈവത്തിനു മുമ്പാകെ കീഴ്പ്പെടുവാൻ, ദൈവനാമത്തിനോട് നിൽക്കുവാൻ ഏവരെ സഹായിക്കണമേ. കൃപയിൽ പൊതിയണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. മശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദനമേ. ഗോഡ് ബ്ലെസ് യു ആൾ. പ്രാർത്ഥന ഓർക്കാം. കർത്താവിനെ ഗ്രഹിക്കട്ടെ.